ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്താൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഇനിയും കാര്യം എന്താന്ന് പറഞ്ഞില്ല ഞാൻ എഴുന്നേറ്റ് പോവേ. അച്ഛാ, അച്ഛനവിടെ ഇരിക്കെ പോവല്ലേ? സംഗതി സർപ്രൈസ് ആയതുകൊണ്ടല്ലേ ഞാൻ പറയാത്തെ. നോക്കൂ ഗൗതം, വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന എന്റെ BP കൂടും. നിന്റെ സർപ്രൈസ് ഒക്കെ വന്നതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. അച്ഛാ, ഗോപിയേട്ടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവൻ എന്തിനാ ഗോപിയേട്ടനെ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുന്നത്? സസ്പെൻസ് പിടിച്ചോളല്ലേ? മോശമാണ് കേട്ടോ. നിന്റെ അച്ഛനെ ടെൻഷൻ ആക്കുന്നതിൽ കുറച്ചുള്ള സർപ്രൈസ് ഒക്കെ മതി. വേറൊന്നുമില്ല ഗോപിയേട്ടാ. ഗോപിയേട്ടനെ ഇവൻ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതേ പ്രണവും നിധിയും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാ. അവരതിനെവിടെ പോയിരിക്കുന്നു? പ്രണവ് നിധിയെ വിളിച്ചോണ്ട് അവന്റെ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടേക്കുവാ. പെണ്ണിനെ കാണിക്കാനോ? അതെ അച്ഛാ, അവനൊരു ലവ് ട്രാക്കിൽ വീണിട്ടുണ്ട്. ഒരു പെണ്ണിനെ ഇഷ്ടമാണ് അവന്. ഏട്ടത്തി തന്നെ വേണം ആദ്യം അവളെ കാണാനെന്ന് അവന് ഒരേ നിർബന്ധം. രണ്ടും കൂടി ഇപ്പൊ വരുമ്പോ അറിയാം ആളെങ്ങനെയുണ്ടെന്ന്. പ്രണവിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതൊരിക്കലും ഒരു മോശം പെണ്ണാവില്ല. നിധിയെ പോലെ അടക്കവും ഒതുക്കവും മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു പെണ്ണായാ മതിയായിരുന്നു. ഇപ്പൊ ആരും എന്തിനാ പേടിക്കുന്നേ? ഇത്രയും കാലമായിട്ടും അവൻ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാ അതിനർത്ഥം എടുത്തിയാടി തീരുമാനം എടുക്കുന്ന ഒരുത്തനല്ല പ്രണവെന്നല്ലേ? ഇതെന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയായിരിക്കും അവൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രണവ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നിട്ടും അവൻ പ്രണയിച്ച് നടക്കുന്നൊന്നുമില്ലല്ലോ. ഉത്തരവാദിത്തമുള്ള ഒരാളെ കാണിച്ചു കൊടുക്കാനല്ലേ വിളിച്ചോണ്ട് പോയത്. നന്നായി. നിധിമോള് വന്ന് പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. അച്ഛാ, ദേ അവരെ തിന്നോന്നു. എന്റെ അടുത്ത് കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? വായിങ്ങോട്ട്. പറഞ്ഞത് കേട്ടില്ലേ? വരാൻ. എന്താ നിധി കണ്ടോ? എങ്ങനെയുണ്ട് മോളെ? കണ്ടിട്ട് ആള് സുന്ദരിയാണോ? നീ എന്താ ഇങ്ങനെ മിണ്ടാനിക്കുന്നേ? വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു നീ. എന്താ മോളെ, മോളിവന്റെ ലവറിനെ കണ്ടില്ലേ? പെണ്ണെവിടെയുള്ളതാ? എവിടം വരെ പഠിച്ചു? കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചോ? ഈ വീട്ടിൽ എല്ലാവർക്കും എന്തിനു സസ്പെൻസ് ഇട്ടാണല്ലോ ശീലം. എന്താന്ന് വെച്ചൊന്നങ്ങ് പറ മോളെ. നിധിയുടെ നാവ് അനങ്ങില്ല. കാരണം ഞാൻ കൊടുത്തിരിക്കുന്ന ഷോക്കിന്റെ വോൾട്ടേജ് അത്രയ്ക്കുണ്ട്. എന്താടാ, എന്താ നിധി ഒന്നും മിണ്ടാതിരിക്കുന്നത്? പോയിട്ട് എന്താ ഉണ്ടായത്? ആരെങ്കിലും ഒന്ന് പറ. എന്റെ പൊന്നേട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ കണ്ടത് ഏട്ടത്തെ എന്നെ പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അപ്പൊ തുടങ്ങിയ മൗനവ്രതമാ. നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ലേ? അതോ നിനക്ക് നേരത്തെ അറിയാവുന്ന കൊച്ചു വല്ലതും ആണോ? പറ. അമ്മേ, ആ പെങ്കൊച്ച് വേറെ ആരുമല്ല, ശിവാനിയാ. ശിവാനിയോ? ശിവാനി എന്ന് പറയുമ്പോ അമ്മ അത് തന്നെ, ഏടത്തിയുടെ അമ്മാവന്റെ മോള്.